ഹായ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സാധാരണ പോലെയല്ല. കാരണം നമ്മൾ ദുബായ് ട്രിപ്പ് പോവാണ്. ഞാനും അമ്മയും അച്ഛനാണ് പോണത്. നമ്മളെ കൂടെ ഉണ്ണിക്കണ്ണനോട് എറണാകുളം വരെ. അപ്പോൾ നമ്മളെ കാറിൽ നമ്മൾ നേരെ എറണാകുളത്തേക്ക് വിട്ടു. തൃശ്ശൂർ എത്തിയപ്പോൾ ചാടിക്കാൻ നിർത്തി. പിന്നെ ചാടിച്ചിട്ട് പിന്നീട് നേരെ അവിടെ പോകുന്നു. അച്ഛനെയും അമ്മേനെ എയർപോർട്ടിലേക്ക് ഞാൻ നേരെ നമ്മളെ മുർഷിദ് മാഷ് അവിടേക്ക് വന്നു. നമ്മൾ വണ്ടി നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്യണത്. പിന്നെ പോയിട്ട് ഞങ്ങൾ മാഷിന്റെ ഫ്രണ്ട്സിനോടും ചായ അടിച്ച് അവിടെ പോകുന്നു. അവിടെ നമ്മൾ വിശാലിനോട് നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു. എന്നിട്ട് ഒരു ദുബായ് പറഞ്ഞ് നമ്മൾ നേരെ ഉള്ളിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ദുബായ് പോണത്. അച്ഛനും അമ്മേനെ മുന്നിൽ പോയിട്ട് കേട്ടോ. കാരണം ഗച്ചുകൊണ്ട സമയത്ത് ഇവർക്ക് ഷിഫ്റ്റ് ആയിരുന്നു. ആദ്യം രണ്ടാൾക്കാരും പിന്നെ അടുത്ത രണ്ടാൾക്കാർ പോകും. അന്ന് ഇന്ത്യനും അതിലെ ചിന്നെ വിളിച്ചതാണ്. പക്ഷെ അന്ന് ദുബായ് പോയി ഒരു മൂടുണ്ടാറില്ല. പക്ഷേ ഇക്കുറി പോകാൻ 2 കാരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഫുള്ള് കാർഡ് കൊടുത്ത് നമ്മൾ ലോഞ്ചിക്ക് പോയി. നമ്മളത് കുറേ കാർഡ് ഉണ്ട്. പക്ഷേ ആകെ SBIന്റെ ഫ്യൂൽ കാർഡ് മാത്രം നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടിയത്. ഈ ലോഞ്ച് ആക്സസ് നമ്മൾ സുഖമാണ്. ആകെ 2 രൂപ ചിലവുള്ളൂ. അതിന് നമുക്ക് നല്ല ഫുഡും കഴിക്കാം, വെറുതെ ഇരിക്കും ചെയ്യാം. പക്ഷേ ഈ കാർഡില്ലാണ്ട് ലോഞ്ച് കയറി എത്രമാത്രം മുതലാവുന്നുള്ള എനിക്കറിയില്ല. കാരണം കാർഡ് ഓഫറിലെങ്കിൽ 1500, 2000, 3000 ഒക്കെ വരുന്നത്. അപ്പോൾ അതിന് മാത്രം വർത്താണെന്നുള്ള എനിക്കറിയില്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു കാർഡിൽ ഒരാൾക്ക് ആക്സസ് ഉള്ളൂ. അപ്പോൾ എൻ്റെ കാർഡിൽ എനിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, അച്ഛനമ്മയ്ക്ക് കയറാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി എൻ്റെ കാർഡ് കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചില്ല. അച്ഛൻ്റെ കാർഡ് പറ്റുമോ നോക്കാവുന്നതാ. അപ്പോൾ അച്ഛൻ്റെ കാർഡ് പറ്റും ചെയ്യില്ല, എൻ്റെ കാർഡ് പറ്റും ചെയ്യും. അപ്പോഴാണ് അമ്മ വിളിച്ചത്, ഞാൻ അമ്മയുടെ കാർഡ് പറ്റുമോ നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് സക്സസ് ആയി. അമ്മയുടെ കാർഡ് പറ്റും. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ലോഞ്ച് കയറി. പക്ഷെ എനിക്ക് വല്ലാണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വേഗം കഴിച്ചു. കാരണം അച്ഛന് കയറാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അച്ഛനവിടെ വെയിറ്റ് ചെയ്യല്ലേ. പക്ഷെ നമ്മൾ അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛന് വേണ്ടി ഒരു കുപ്പി പെപ്സി നമ്മൾ അവിടെ നിന്ന് കൊടുന്നു. അപ്പോഴേക്കും നമ്മൾ ബോർഡിങ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരെ ക്യൂ നിന്നിട്ട് നമ്മൾ നേരെ നമ്മളെ ഫ്ലൈറ്റിൽ കയറി. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്ലൈറ്റിൻ്റെ മാനിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മളെ ഫുഡ് വന്നത്. അപ്പോൾ പിന്നെ ഫുഡും കഴിച്ചിട്ട് അവിടെ ഇരുന്നു. കൊച്ചി ടു അബുദാബി നമുക്ക് 3.5 മണിക്കൂറാണ് ഫ്ലൈ ഉള്ളത്. എത്തിഹാദിലായതുകൊണ്ടാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത്. വേറെ കാര്യമുണ്ട്, നമ്മൾ ട്രിപ്പ് ഫുൾ സ്പോൺസർ ട്രിപ്പാണ്. വേറെ ആരുമില്ല, എൻ്റെ ഏട്ടൻ തന്നെ. പണ്ട് നമ്മളെ KGF റോക്കി ബായ് ദുബായ്ക്ക് പോയത് 2 കാരണത്തിനാണ്. ഞാനതുപോലെ 2 കാരണം കൊണ്ടാണ് ദുബായ്ക്ക് വന്നത്. അല്ല, ആദ്യത്തെ കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളവിടെ കാത്തൊക്കെ ഉണ്ട്. കുട്ടി വന്നാ പിന്നെ നമ്മൾ അബുദാബി ഹൈവേയുടെ നേരെ നമ്മളെ റൂമിലേക്ക് പോകുന്നു. നമ്മൾ ആദ്രേശി ഉറങ്ങാണ്ട് നമ്മളെയും കാത്ത് കയറുന്നു. അവിടെ അങ്ങനെ റൂമിൽ കയറി ചെക്കൻ്റെ ഒപ്പം കളിച്ചു. അപ്പൊ ശരി, ബൈ ബൈ.